ഓക്കെ സോ ഹായ് ഓൾ വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ IB സെക്യൂരിറ്റി ടെസ്റ്റിന് ടയർ 2 എക്സാംസ് ഒക്കെ ഒരുപാട് പേര് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ ഒരു റിസൾട്ടും ഡേറ്റ് ഒക്കെ എക്സ്പെക്റ്റഡ് നമുക്ക് എന്നത്തേക്ക് റിസൾട്ട് വരാം എന്നുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് അതിന്റെ കട്ട് ഓഫും കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഓരോ കാറ്റഗറി സേവ് സ്കോർ എത്രയാണ് അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ധാരണ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ അതെല്ലാം നമ്മൾ ഓൾറെഡി എൻക്വയറീസും കാര്യങ്ങളും വരുന്നവരുടെ അടുത്തെല്ലാം കൃത്യമായിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. സോ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് ടയർ 2 ക്വാളിഫൈ ചെയ്ത് ടയർ 3ലേക്ക് പോകും അല്ലെങ്കിൽ ഇന്റർവ്യൂ സെക്ഷനിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാവർക്കുമുള്ള ഒരുപാട് കൺസേൺസ് ആണ് അല്ലെ. പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ് നമുക്ക് എന്നത്തേക്ക് ഇന്റർവ്യൂവിന്റെ എക്സാംസ് വരും അല്ലെ, നമുക്ക് ഇന്റർവ്യൂ സ്റ്റേജ് എന്നത്തേക്കായിരിക്കും വരിക, ഇപ്പോൾ മുതൽ നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ റിസൾട്ട് വന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതിയോ, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ ആയിരിക്കും അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ IBSC എക്സാംസിന്റെ ഇന്റർവ്യൂ എന്നത്തേക്ക് എക്സ്പെക്ട് ചെയ്യാം, നമ്മൾ എന്ന് മുതൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ എല്ലാവരുടെയും ഒരു മേജർ കൺസേൺ ആയിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുവരെയുള്ള നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ടിന്റെ കാര്യം ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ജനറലി ഈ പറഞ്ഞ ഇന്റർവ്യൂവിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴായിരിക്കും റിസൾട്ട് വന്നതിന് ശേഷം, അതായത് റിസൾട്ട് വന്നതിന് ശേഷം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അത് വലിയൊരു മണ്ടത്തരമാണ് അല്ലെ. കാരണം ഇന്റർവ്യൂ എന്ന് നമുക്കറിയാം ഫൈനൽ സ്റ്റേജ് ആണ്. നമ്മുടെ ഈ ഒരു IBSA എക്സാമിന്റെ ഫൈനൽ സ്റ്റേജ് ആണ് എന്തെന്ന് പറയുന്നത് ഇന്റർവ്യൂ സെക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അതായത് ടയർ 1 ആൻഡ് ടയർ 2 ക്വാളിഫൈ ചെയ്ത് മുകളിലേക്ക് എത്തുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്റ്റേജ് ആണ് ഏതെന്ന് പറയുന്നത് IBSA നമ്മുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലെ. സോ അത്രത്തോളം ഹൈ ലെവൽ ഇന്റലക്ച്വൽസ് ആയിട്ടുള്ളവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫൈനൽ സ്റ്റേജ് പലപ്പോഴും ക്വാളിഫൈഡ് ആകുന്നത്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ എക്സാം എഴുതുന്നവർ മാത്രമേ എന്ത് ചെയ്യൂ ടയർ 3ലേക്ക് ക്വാളിഫൈ ആകാറുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് എന്താണ്, വളരെയധികം പ്രയാസമാണ് അല്ലെ, വളരെയധികം പ്രയാസമാണ്. നമുക്കറിയാം ടയർ 2 എന്ന് പറയുമ്പോഴത്തേക്ക് അത്രത്തോളം കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേജ് അല്ല. കാര്യം ജസ്റ്റ് ഒരു ക്വാളിഫയിങ് സ്റ്റേജ് മാത്രമാണ്, ഒരു ക്വാളിഫയിങ് സ്റ്റേജ് മാത്രമാണ്. ആ ഒരു 20+ മാർക്സ് കിട്ടുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാം, നിങ്ങളുടെ ടയർ 1ലെ കട്ട് ഓഫ് മാർക്സും കൂടെ നോക്കിയിട്ട് അത് എന്ത് ചെയ്യും, അതിലേക്ക് ക്വാളിഫൈഡ് ആകും. അപ്പോൾ അത്ര ഈസി ആയിട്ടുള്ള ഒരു സ്റ്റേജ് അല്ലേ ഇതെന്ന് പറഞ്ഞാൽ ടയർ 3 എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ, ഫൈനൽ സെലക്ഷൻ പ്രോസസ് ആയതുകൊണ്ട് തന്നെ അത്രത്തോളം സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് വെച്ച് മാത്രം നടക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ഏകദേശം UPSC ലെവലിൽ തന്നെ വരുന്ന ഒരു ഇന്റർവ്യൂ സ്റ്റേജ് തന്നെയാണ് നമുക്ക് ഏതിനും വരുന്നത്, IB എക്സാംസിനും വരുന്നത്. സോ അത് വെറുതെ തള്ളിക്കളയേണ്ടോന്നല്ല, അല്ലെങ്കിൽ എക്സാമിന് കിട്ടിയെന്ന് ഉറപ്പിച്ചാൽ ലാസ്റ്റ് 2 ആഴ്ച ഒരു പ്രിപ്പറേഷൻ കൊണ്ടോ മാത്രം പഠിച്ചാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഇതെന്ന് പറയുന്നത് IBSA ഇന്റർവ്യൂ എന്ന് പറയുന്നത്. സോ ഞാൻ പറഞ്ഞ തന്നെ UPSC ലെവൽ പ്രിപ്പറേഷൻസ് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ടയർ 1 ആൻഡ് 2 നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു സ്റ്റേജ് ആണ് ഏതെന്ന് പറയുന്നത് ഇന്റർവ്യൂ സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ അത്ര ഹൈപ്പ് കൊടുക്കുന്ന വെറുതെ അല്ല, നമ്മൾ ഹൈപ്പ് കൊടുക്കേണ്ടതിന് ഹൈപ്പ് കൊടുക്കണം അല്ലെ. ഇന്റർവ്യൂ സ്റ്റേജ് സിമ്പിൾ ആണ്, ഓക്കെ ആണ്, ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കളയാനായിട്ട് പറ്റുമോ? ഇല്ല. നമുക്ക് വളരെ നല്ല, വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഒരു സ്റ്റേജ് തന്നെയാണ് ഇത് ഇന്റർവ്യൂ സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം, റിസൾട്ട് വന്നതിന് ശേഷം, ആഫ്റ്റർ റിസൾട്ട് നിങ്ങൾക്ക് ഏകദേശം എന്തേ കിട്ടും, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഏകദേശം ഈ പറയുന്നത് അല്ലെ 1 മാസത്തിൽ താഴെ, അതായത് അപ്രോക്സിമേറ്റ്ലി 20 ദിവസമൊക്കെ മാത്രമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുക, ഇന്റർവ്യൂവിന് ടൈം കിട്ടുക അല്ലെ. റിസൾട്ടും ഇന്റർവ്യൂവിനും അടക്കമുള്ള ടൈം എന്ന് പറയുന്നത് 1 മന്തിൽ താഴെയുള്ള ഒരു ടൈം പീരീഡ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ആ 1 മന്ത് കൊണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഇന്റർവ്യൂ ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. കാര്യം ഇന്റർവ്യൂ ബേസ്ഡ് ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അത് ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റി അടക്കമുള്ള നമ്മൾ ഇന്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ്, അതിൽ ഇതുവരെയുള്ള ചോദിച്ച ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഇന്റർവ്യൂവിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള കുറെ ഫോക്കസ് ഏരിയാസ് ഉണ്ട്. നിങ്ങൾക്ക് ഇന്റലിജൻസ് റിലേറ്റഡ് എക്സാം ആണ്, അതുകൊണ്ട് തന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരുപാട് ഏരിയാസും, ഇന്റർണൽ സെക്യൂരിറ്റി പോലുള്ള, ടെററിസം പോലുള്ള ഒരുപാട് കൺസെപ്റ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ്സിൽ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഡീപ് സ്റ്റഡി, അപ്പോൾ ഒരുപാട് കേസ് സ്റ്റഡീസ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടി വരും, IB റിലേറ്റഡ് കേസ് സ്റ്റഡീസ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരുപാട് കാര്യം നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. അതൊക്കെ ഒരു ലിമിറ്റഡ് ടൈം പീരീഡിൽ പഠിക്കുക, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്തല്ല, അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. സോ നിങ്ങളുടെ കട്ട് ഓഫ് മാർക്സ് വെച്ചിട്ട് നിങ്ങൾ ടയർ 2 നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന ഉറപ്പാണ്. നിങ്ങളുടെ 1ലെ സ്കോർ വെച്ചിട്ട് നിങ്ങൾ ടയർ 3ലേക്ക് സെലക്ഷൻ കിട്ടും എന്നുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് IBSA എക്സാമിന്റെ കേസിൽ കേട്ടോ. സോ ഇനി പറഞ്ഞതുപോലെ തന്നെ ഇന്റർവ്യൂ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന 70 to 90 ഡേയ്സിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ IBSAയുടെ എക്സാം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഏറ്റവും ക്ലോസ് പ്രോക്സിമിറ്റി ആണ് പറയുന്നത് 70 ഡേയ്സ് എന്നുള്ളത് അല്ലേ. അതിൽ നേരത്തെ തരാൻ സാധ്യതയില്ല, ഏറ്റവും ക്ലോസ് ആയിട്ട് അല്ലെ ഒരു 70 ഡേയ്സിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് എക്സ്പെക്ട് ചെയ്യാം അല്ലെ. ജനറലി ഈ ഒരു ടൈം ഇന്റർവെല്ലാണ് നമുക്ക് വരുന്നത്. അതിൽ ഏറ്റവും ക്ലോസ് പ്രോക്സിമിറ്റി ആയിട്ടാണ് എന്ത് പറയുന്നത് 70 ഡേയ്സ് എന്നുള്ളൊരു കണക്ക് ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു ബേസിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഇത്രയും ടൈം ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ ഒരു ടാർഗറ്റ് വെച്ചിട്ട് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെ.
സോ ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് എക്സാം വരുന്നുള്ളത് കൊണ്ട് തന്നെ ഫൈനൽ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അത്രയും സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒരു സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് തള്ളിക്കളയരുത്. ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ ശരിയായ ട്രാക്കിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ അധികം അത്യാവശ്യമാണ്. സോ ഓൾറെഡി അറിയാവുന്ന പോലെ തന്നെ IBSയുടെ ടയർ 2 ക്ലാസ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകൾ തന്നെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തത്. വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് എല്ലാവരും വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഓൾറെഡി അടുത്ത ഇയറിലേക്കുള്ള IBSയുടെ ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ ഇന്റർവ്യൂസിന് വേണ്ടിയിട്ട് നമ്മുടെ വരാൻ പോകുന്ന ടയർ 3 ഇന്റർവ്യൂ സെക്ഷന് വേണ്ടിയിട്ടും ഏറ്റവും ക്വാളിറ്റി ക്ലാസ്സസ് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ. എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നം ടയർ 2 ആൻഡ് ടയർ 3 സ്റ്റേജ് വരുമ്പോൾ IBSയുടെ ക്ലാസ് വരുമ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ക്വാളിറ്റി ക്ലാസിന്റെ അഭാവം തന്നെയാണ് അല്ലേ. അപ്പോൾ ഓൾറെഡി ടയർ 2 എക്സാമിന് വളരെ ക്വാളിറ്റിയുള്ള ക്ലാസ്സുകളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടയർ 3ലേക്ക് വരുമ്പോഴും അതേ ക്വാളിറ്റി ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക, ഇന്റർവ്യൂവിന് അത്രയും ക്വാളിറ്റി ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അതിനുവേണ്ടി തന്നെ നമ്മുടെ ഇന്റർവ്യൂ ബാച്ച്, നമ്മുടെ മോക്ക് ഇന്റർവ്യൂ ബാച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻസ് ഓപ്പൺ ആണ്. അപ്പോൾ ഈ ഒരു സ്ക്രോൾക്കാതെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇന്റർവ്യൂവിന് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. നിങ്ങൾക്ക് ഇന്റർവ്യൂവിന്റെ ഓറിയന്റേഷൻ സെക്ഷൻ അല്ലെ, സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ഓറിയന്റേഷൻ സെക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇന്റർവ്യൂവിന്റെ സ്ട്രാറ്റജി ക്ലാസ്സും ഉണ്ടായിരിക്കും. നമ്മൾ ഇന്റർവ്യൂവിന് കീപ്പ് ചെയ്യേണ്ട സ്ട്രാറ്റജീസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഓറിയന്റേഷൻ ക്ലാസ്സും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് മോക്ക് ഇന്റർവ്യൂ സെക്ഷൻസ് ഉണ്ടായിരിക്കും. ഇതിന്റെ കൂടെ തന്നെ റെഗുലർ ബേസിൽ മോക്ക് ഇന്റർവ്യൂ സെക്ഷൻസ് ഉണ്ടായിരിക്കും. പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കും. സോ പേഴ്സണൽ ഇൻഡിവിജ്വൽ അനാലിസിസ് ആയിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ പേഴ്സണലൈസ്ഡ് ഫീഡ്ബാക്കും ഉണ്ടായിരിക്കും. ആൻഡ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, അതായത് നമ്മൾ കാലങ്ങളായിട്ട് IBയിൽ ചോദിച്ചു വരുന്ന നിങ്ങളോട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അത് ബേസ് ചെയ്ത് ആ ഏരിയാസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്യണം, എവിടെയൊക്കെയാണ് ഫോക്കസ് കൊടുക്കേണ്ടത്, നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി പോലുള്ളതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. IBയുടെ ഹിസ്റ്ററി വളരെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ട് വരും അല്ലേ. സോ അതിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബോഡി ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഇന്റർവ്യൂവിന് വേണ്ട ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ടയർ 3 എക്സാംസിന് വേണ്ടിയുള്ള ഒരു ക്വാളിറ്റി ക്ലാസ് അതിന്റെ പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് ബാച്ച് ആണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ എത്രയും വേഗം താല്പര്യമുള്ളവർ സ്ക്രോൾ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ അഡ്മിഷൻസ് എത്രയും വേഗം ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സസിൽ നമുക്ക് കാണാം. ടിൽ ദെൻ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ഓൾ ദ ബെസ്റ്റ്.